പാരംകൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞു വെണ്ണ കൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വെണ്ണക്കുടവും പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് വെണ്ണക്കുടം പിടിച്ച് വലത്തെ കൈയിൽ വെണ്ണ എടുത്ത് കഴിക്കാൻ പാകത്തിന് ഇരിക്കുന്ന കൃഷ്ണനായിട്ടാണുള്ളത് ശ്രീലകത്ത്. അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സത്സംഗത്തിലെ ശ്രേഷ്ഠാചാര്യ സ്ഥാനത്ത് നമ്മുടെ വെണ്ണക്കണ്ണൻ ഇരിക്കട്ടെ അല്ലേ. അദ്ദേഹത്തിന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് എനിക്കൊരു പരിഭവം കൂടി പറയാനുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മണ്ഡലം 41 ദിവസങ്ങളിലായിട്ട് ജപിച്ച നാമത്തിൻ്റെ എണ്ണം ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് അത് അറിയിച്ചിട്ടില്ല എന്ന ഒരു സങ്കടം എനിക്കുണ്ട്. എന്തായാലും നമുക്ക് 67,19,031 നാമമാണ് മണ്ഡലകാലത്ത് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത്. 41 ലക്ഷം സമർപ്പിക്കാൻ സാധിച്ചാൽ തന്നെ വലിയ കാര്യമായില്ലേ. 41 ദിവസം കൊണ്ട് 41 ലക്ഷം നാമം ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. ഇതിപ്പോൾ 67 ലക്ഷം നാമമാണുള്ളത്. എന്നാലും ഞാനത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല കേട്ടോ. ഡിവോട്ടീസിൽ ഉണ്ടായിരുന്ന സമയത്ത് 30 ദിവസം കൊണ്ട് 5 കോടി നാമം ജപിച്ചവരാണ് നമ്മളെ അല്ലേ. പക്ഷെ അത് ഒരുപാട് വലിയ ആൾക്കാരുണ്ടായിരുന്നു. അതായത് കുറേ ആൾക്കാർ മെമ്പേഴ്സ് കൂടുതലായിരുന്നു. അത് നമ്മൾ 35,000 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 35,000 പേരിൽ ഇത്രയും പേരല്ലേ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്നുള്ളൂ എന്നൊക്കെ കരുതി ഞാൻ സമാധാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും 67,19,031 നാമമാണ് നമ്മൾ മണ്ഡലകാലത്ത് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് കേട്ടോ. എൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലോ എന്ന് കരുതി ഞാൻ ജപിച്ച നാമങ്ങൾ ഞാനിതിൽ കൗണ്ട് ചെയ്തിട്ടില്ല. കാരണം എന്തെങ്കിലും കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇരിക്കട്ടെ എന്നതാണ് ഞാൻ ജപിച്ച നാമങ്ങൾ ഞാൻ കണക്കാക്കിയത്. അപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും നല്ല മണ്ഡലകാലമായിരുന്നു. എന്നാൽ നാമം ജപം ഇത്രയൊന്നും പോരാ. നമ്മൾ ഇനിയും ഒരുപാട് നാമം ജപിക്കണം കേട്ടോ. അടുത്ത മണ്ഡലകാലം ആകുമ്പോഴേക്കും നമുക്കിത് 4 കോടി നാമം ഭഗവാന് സമർപ്പിക്കാൻ, അക്ഷരക്കോടി നാമം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ. തലവേദന മാറാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് ചെയ്യേണ്ടത്? അത്രയും വേദന അനുഭവിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിവി വ്ളോഗ്സ് എന്ന ഐഡിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. പക്ഷേ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനത് കാണില്ല. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് കേട്ടോ. തലവേദനയ്ക്ക് എന്ത് വഴിപാടാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് ചോദിച്ചാൽ ഇവിടെ ആൾരൂപം എടുത്തു വയ്ക്കുന്നിടത്ത് തല എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഇനി രോഗശാന്തിക്ക് കാളിയമർദ്ദനം കൃഷ്ണനാട്ടങ്ങൾ ചീട്ടാക്കുന്നതും നല്ലതാണ്. ഏതെങ്കിലും ഇപ്പോൾ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും തലവേദന വരാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ണട വാങ്ങി ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് നല്ലതാട്ടോ. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്നൊക്കെ വെറൈറ്റി ആയിട്ട് പറയണ്ടല്ലേ. എനിക്ക് അപ്പം തോന്നുന്ന വഴിപാടുകളാട്ടോ ഞാൻ പറയണത്. കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തലവേദനയ്ക്ക് കാരണമായത് അത് കണ്ണട വാങ്ങി സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത, ഞാൻ ഈ അടുത്തതായിട്ടാണ് സവിതയുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. 2 ദിവസം വീഡിയോ ഇല്ലാത്തത് കൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് രക്തക്കുറവുണ്ട്. അതിനെന്താണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കറുത്ത മുന്തിരി ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. ഉണങ്ങിയ മുന്തിരിയില്ലേ, ഉണങ്ങിയ മുന്തിരി നമ്മൾ കറുത്ത മുന്തിരിക്കുരു ഉള്ള മുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാറുണ്ടല്ലോ. അത് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ രക്തക്കുറവുണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. കുട്ടികൾക്കൊക്കെ കൊടുക്കും മുന്തിരി കഷായം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് മുന്തിരി കൊടുക്കുന്നത് നല്ലതാട്ടോ. ഗുരുവായൂരപ്പന് മുന്തിരി വാങ്ങി കൊണ്ടുകൊടുത്തോളൂ. അതുപോലെ തന്നെ അനാർ എന്ന് പറയുന്ന ആ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതും ഗുരുവായൂരപ്പന് വാങ്ങി കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ. രക്തക്കുറവിന് ഇതൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ എന്തൊക്കെയാണോ രക്തക്കുറവിന് എടുക്കുന്നത് അതൊക്കെ ഗുരുവായൂരപ്പനും കൊടുക്കുക. എന്നിട്ട് ഗുരുവായൂരപ്പനോട് പറയാം, ഉണ്ണി കൃഷ്ണ രക്തക്കുറവുണ്ട്, ക്ഷീണമുണ്ട്, വയ്യായകയുണ്ട്, അതൊക്കെ മാറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതവിടെ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ. തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അനുഭവമാണ്. അടുത്തതായിട്ട് ശിവനന്ദു എന്ന ഐഡിയിൽ നിന്നാണ്. ചേച്ചി, ഞാൻ കുറേ നാളായി ഗുരുവായൂർ വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഓരോ തടസ്സങ്ങൾ വരുന്നു. 2024 ഓഗസ്റ്റ് 28 വന്നതാണ്. ഒത്തിരി ആഗ്രഹമുണ്ട് വരാൻ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റെഡി ആയതാണ്. അന്ന് നല്ല മഴയായതുകൊണ്ട് വരാൻ സാധിച്ചില്ല. എന്തായിരിക്കും ഇതിന് കാരണം? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ കാരണം.
ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പക്ഷെ മഴ ഒരു കാരണമാക്കി എടുക്കരുത്. കാരണം കേരളത്തിൽ ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ മഴയുണ്ട്. സീസണൽ മഴയൊക്കെ മാറിയിരിക്കണൂല്ലേ. പണ്ട് കാലത്തൊക്കെയാണ് നമ്മൾ പറയാറുണ്ടായിരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുണ്ടായിരിക്കും. അതുപോലെ ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ലാവർഷമുണ്ട്. ഇങ്ങനെയൊക്കെ സീസണൽ മഴകളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാ സമയത്തും മഴയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം. മഴയൊരു റീസണാക്കി നമുക്ക് നോക്കൂ, ഒരു PSC ടെസ്റ്റ് എഴുതാൻ പോകാനാണെങ്കിൽ മഴയുണ്ടെങ്കിലും നമ്മൾ പോവില്ലേ? അതല്ല, നമുക്കൊരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മഴയുണ്ടെങ്കിലും പോവില്ലേ? ഒഴിവാക്കില്ലാത്ത കാര്യങ്ങളും നമുക്കുണ്ടല്ലേ മഴയെന്ന് പറയുമ്പോൾ. ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ മാത്രം മഴ നോക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല കേട്ടോ. മഴയുണ്ടെങ്കിലും നമ്മളങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് വന്ന് തൊഴാൻ പറ്റും. നമ്മളെ പരീക്ഷിക്കണതാണെന്നേ ഉണ്ണികൃഷ്ണൻ. ഇടയ്ക്ക് അങ്ങനത്തെ ചില കളികളും വികൃതികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ണികൃഷ്ണനായിട്ടിരിക്കണത്. കാരണം ഈ ഭാവത്തിലാണെങ്കിൽ എന്തും ചെയ്യാം ഭഗവാന്. എന്താ കുട്ടിയില്ലേ, എനിക്ക് കുറച്ച് വികൃതി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ കണ്ടിട്ടില്ലേ, എൻ്റെ അമ്മ എന്നെ കലത്തിലിട്ട് അടച്ചത് കഥയൊക്കെ കേട്ടിട്ടില്ലേ, എനിക്ക് എന്തും ചെയ്യാം എന്നാണ് ഭഗവാന്റെ ഒരു ഭാവം. അതുകൊണ്ട് തന്നെ നമ്മളെ കുറച്ചൊക്കെ ഇട്ടിങ്ങനെ കറക്കുന്നത് ഒരു രസമാണെന്നേ. അത് അതാണ് ഈ മഴ വരുമ്പോൾ നമ്മൾ ഇറങ്ങിയില്ല. കണ്ടു മഴ, എനിക്ക് വരാൻ പറ്റിയില്ല, എന്നെ എന്തിനാ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കണേ എന്ന് ചോദിക്കുന്നതിന് പകരം, ഉണ്ണികൃഷ്ണ മഴയാണ് കേട്ടോ, ഞാനൊരു കുടയെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇതാ വരികയാണ്, ബാക്കിയെല്ലാം അവിടത്തേക്ക് വിട്ടിരിക്കണു എന്ന് പറഞ്ഞു നോക്കൂ. അപ്പം ഭഗവാൻ തോറ്റുപോകും നമ്മുടെ മുമ്പിൽ. അതിൽ വേണ്ടത് നമ്മളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഭഗവാനെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളൊരു ടിപ്പ്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആദ്യം ഗുരുവായൂരപ്പനെ നമസ്കരിച്ചോളൂ. ഉണ്ണി കൃഷ്ണ, എനിക്കിന്ന് അങ്ങേ വന്ന് കാണാൻ സാധിച്ചില്ല, നാളെയെങ്കിലും തരാവോ എന്ന് ചോദിച്ച് നമസ്കരിച്ച് നോക്കൂ. ഇങ്ങനെ അടുപ്പിച്ചൊരു 10 ദിവസമായാൽ ഭഗവാൻ പറയും, മതി, ഞാൻ പറഞ്ഞുതരാം നിനക്ക്, ഇന്ന ദിവസം നീ വന്നോളൂ എന്ന് പറഞ്ഞൊരു ഡേറ്റ് വരെ എടുത്ത് നമ്മുടെ കയ്യിൽ തരും നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അത്രയ്ക്ക് കാരുണ്യ ആർദ്ര മനസ്കനാണ് എന്നാണ് കേട്ടോ പറയാറുള്ളത്. അടുത്തതായിട്ട് ഷീല അനന്തൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞാൻ കുറേ മെസ്സേജ് ഇട്ടു, ഒന്നിനും മറുപടി കിട്ടിയില്ല. ഈ സംശയത്തിനെങ്കിലും മറുപടി തരണേ. ഞാൻ ഇന്ന് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് അകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ പുറത്തുള്ള തൂക്കിവിളക്കിൽ നിന്ന് എൻ്റെ ഇടത് ചെള്ളയിൽ പൊള്ളലേറ്റു. ആ നിമിഷം മുതൽ മനസ്സിന് നല്ല വിഷമമാണ്. എന്തെങ്കിലും ആപത്ത് വരാനാണോ? ഞാൻ ഗുരുവായൂർ കണ്ണനെ കാണാൻ എല്ലാ മാസവും വരാറുണ്ട്. എൻ്റെ കണ്ണനാണ് എനിക്ക് എല്ലാം എന്ന്. ഭഗവാനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിമിത്തങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടാവരുത് എന്നാണ് പറയുക. എന്നാലും ചില നിമിത്തങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കാറുണ്ട് കേട്ടോ. ഏത് നിമിത്തങ്ങളിലാണെന്നറിയോ? ഞാൻ വളരെയധികം സന്തോഷപൂർവ്വം സന്തോഷമായി കൃഷ്ണ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് ഒരു മണി അടിച്ചാലുണ്ടല്ലോ, അപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഉണ്ണികൃഷ്ണൻ ശരിക്കും ശരിക്കും സന്തോഷമായോ എന്ന് ചോദിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഭഗവാനെ, അങ്ങയുടെ ഒരു മഹത്വം പറഞ്ഞാലും തീരില്ല കേട്ടോ. എന്തൊക്കെയാലേ നടക്കണേ, എൻ്റെ ഉണ്ണികൃഷ്ണനെ കൊണ്ട് മാത്രമേ ഇത് സാധ്യമുള്ളൂ കേട്ടോ. എന്താ കഥ എന്ന് ചോദിച്ചൊന്ന് നമസ്കരിക്കുമ്പോൾ ഒരു മണി അടിച്ചാലുണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിക്കും, ശരിക്കും അങ്ങനെയാണോ, സവിതയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ, സന്തോഷമായോ എന്നൊക്കെ ചോദിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മണി അടിക്കുന്ന നിമിത്തത്തിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കാറുണ്ട്. അപ്പോൾ എല്ലാ നിമിത്തങ്ങളും തള്ളിക്കളയണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇങ്ങനൊരു നിമിത്തം പറയുമ്പോൾ, ഈ നെഗറ്റീവ്ലി വരുന്ന നിമിത്തങ്ങൾ പറയുമ്പോൾ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അപ്പം നെഗറ്റീവ്ലി വരുന്ന എല്ലാ നിമിത്തങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്ത്, അയ്യോ, ഇപ്പോൾ മനുവേട്ടനാണ് ഇവിടെ എപ്പോഴും പറയാറ്, കറുത്ത പൂച്ച കുറുകെ ചാടുമ്പോൾ വളരെ മോശമാണ് എന്ന് പറയുമ്പോൾ മനുവേട്ടൻ പറയും, പൂച്ചയ്ക്ക് ഇങ്ങോട്ടോ അർജൻറ്റായിട്ട് പോകാനുണ്ട്, അത് പോവട്ടേടോ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി ചിലതൊക്കെ നമുക്ക് വിട്ട് കളയേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു ദേവീ ക്ഷേത്രത്തിൽ വെച്ചല്ലേ ഇങ്ങനൊരു പൊള്ളലേറ്റതല്ലേ, ഇപ്പോൾ ഇതിനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്നില്ല, മനസ്സിന് ഭയങ്കര സങ്കടമാണെങ്കിൽ, ഇത് മനുവേട്ടൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നൊരു ഉദാഹരണം ഉണ്ട് കേട്ടോ. ഇതിൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കണ്ടില്ല, നമ്മൾ ഒരു സൈഡിലേക്കാണ് നോക്കണേ, അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരേണ്ടത് നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മുടെ ഡിയർ വൺ ആരെങ്കിലും നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഏറ്റവും അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ പിടിച്ച് ഉന്തിയിടാൻ സാധ്യതയുണ്ട്, മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു തള്ളലിൽ ചിലപ്പോൾ മറിഞ്ഞ് വീണേക്കാം, പുറകിലേക്ക് നമ്മൾ മറിഞ്ഞ് വീണേക്കാം. ആ വീഴുമ്പോഴത്തെ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് പൊട്ടിയേക്കാം. പക്ഷേ എന്നാൽ പോലും നമുക്ക് വണ്ടി ഇടിക്കില്ല അല്ലേ, നമ്മുടെ ജീവൻ
ആപത്ത് വരില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഈശ്വരാ എന്തൊരു വലിയ ആപത്തായിരുന്നു അല്ലേ, ഞാൻ കണ്ടില്ലായിരുന്നു അല്ലേ, ഞാൻ കാണാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആ ആ നമ്മളെ പിടിച്ച് തള്ളിയ ആളോട് നമ്മൾ പറയൂലേ, അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. അതേമാതിരിയാണ് അത്രേ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു നിമിത്തങ്ങൾ, ദുർനിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് കുഞ്ഞു കുഞ്ഞു നിമിത്തങ്ങൾ കാണിച്ചു തരുന്നത് വരാൻ പോകുന്ന വലിയ ആപത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ആ വരാൻ പോകുന്ന ആപത്തിനെ ലഘൂകരിച്ചതാണ്. അങ്ങനെ ചിന്തിച്ചൂടെ? ഇനി എന്നിട്ടും സങ്കടം ഭയങ്കരമായിട്ട് മനസ്സിനുണ്ടെങ്കിൽ ആ വരാൻ പോകുന്ന ആപത്തിൻ്റെ സൂചനയായിട്ട് ഇതിനെ എടുക്കാനാണ് മനസ്സ് പറയുന്നത് എന്നാണെങ്കിൽ ആപത്തിനെ തടയാനുള്ള വഴിയും നമുക്കറിയാം കേട്ടോ. നമുക്ക് എങ്ങനെ അറിയാം? എനിക്കറിയോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ, തീർച്ചയായിട്ടും അറിയും. നാമം ജപിച്ചാൽ പോരെ? നാമം ജപിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നാമം ജപിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ആ വരാൻ പോകുന്ന ആപത്ത് സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക എന്നാണ് നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ പറയണേ. അപ്പം എല്ലാം മാറ്റാൻ ഭഗവാനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് നാമം ജപിച്ചു തുടങ്ങുക. അങ്ങനെ ഒരു ദുർനിമിത്തമായിട്ട് തോന്നുന്നു എങ്കിൽ നാമം ജപിച്ചു തുടങ്ങുക. എന്നാൽ വളരെ വിശാലമായ മനസ്ഥിതിയോടുകൂടി ഇതിനെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അത് വേറൊന്നുമല്ല. അപ്പം നമുക്ക് പോണ വഴിക്ക് പോയി കൈയും കാലും ഒടിഞ്ഞു, ആക്സിഡൻറ്റ് പറ്റി കൈയും കാലും ഒടിഞ്ഞു, കൈയും കാലും അല്ലേ ഒടിഞ്ഞുള്ളൂ, ഒരു 2-3 മാസം വിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചിന്തിച്ചുകൂടെ നമുക്ക്? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ പോലെ ഓടി നടക്കാം. തല പോയാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല, വരാൻ പോകുന്നു, എനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു, എനിക്ക് എന്തോ ദുർനിമിത്തമായിട്ട് തോന്നുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ ഉണ്ണികൃഷ്ണനെ. ഉണ്ണീകൃഷ്ണ, എനിക്കൊരാപത്ത് വന്നാൽ താങ്ങാനുള്ള മനസ്സില്ല ഗുരുവായൂരപ്പ, അതുകൊണ്ട് ഒന്നും വരാതെ അങ്ങ് തന്നെ നോക്കണേ എന്ന് പറഞ്ഞോളൂ. ഭഗവാൻ കൂടെ ഉണ്ടാവും കേട്ടോ. നാമം ജപിച്ചുകൊണ്ട് നേരിടൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ ഗുരുവായൂരപ്പനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയോ? ഒരു ആകാശക്കാഴ്ചയാണ് എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് വിചാരിക്കുക. നമുക്ക് മുന്നിൽ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ. ഭഗവാൻ ആകാശക്കാഴ്ചയുള്ളവനാണ്. ഈ വഴിയിലൂടെ പോയാൽ അവിടെ വളരെ വലിയ ആപത്തുണ്ട് എന്ന് കാണാൻ പറ്റും. ഇപ്പുറത്തു കൂടെ പോയാൽ ഇത് ഇത്തിരി കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്, എന്നാലും ആ വഴിയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുള്ളൂ. ഇവിടെ വലിയ കുഴിയാണുള്ളത് എന്ന് കാണാൻ ഭഗവാനെ സാധിക്കുള്ളൂ. ഭഗവാൻ നമ്മളെ റൂട്ട് തിരിച്ചു വിടുക തന്നെ ചെയ്യും. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ. ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ. നമ്മുടെ ആണ് ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ഗൈഡാണ് അദ്ദേഹം, നമ്മുടെ ജീവിതം കൊണ്ടു നടത്തുന്ന ആളാണ് അദ്ദേഹം. ഇങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാപത്തും വരില്ല. സത്യമായിട്ടുള്ള കാര്യമാണിത്. നാമം ജപിച്ചോളൂ കേട്ടോ. നാമം കൊണ്ട് മാത്രമൊന്നും അല്ല കേട്ടോ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ സാധിക്കാം. നമസ്കാരം കൊണ്ട് സാധിക്കും, നാമം ജപം കൊണ്ട് സാധിക്കും, നാരായണീയം കൊണ്ടോ ഭാഗവതം കൊണ്ടോ സഹസ്രനാമം കൊണ്ടോ ഭഗവത്ഗീത കൊണ്ടോ ഇന്നത് കൊണ്ടെന്നില്ല. ഭക്തൻ്റെ ഇഷ്ടമാണ് എങ്ങനെയാണ് ഭഗവാനെ സമീപിക്കേണ്ടത് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്താണോ അതിലൂടെ വേണം നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമസ്കരിക്കുമ്പോഴാണോ കിട്ടുന്നത്? നമസ്കരിച്ചോളൂ, നിർത്താതെ നമസ്കരിച്ചോളൂ, നേരവും കാലവും നോക്കാതെ നമസ്കരിച്ചോളൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നാരായണ എന്ന് വിളിക്കുമ്പോഴാണോ? ജപിക്കൂ നാരായണ നാമം. ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുമ്പോഴാണോ? നിർത്താതെ ചൊല്ലൂ ഹരേ കൃഷ്ണ മന്ത്രം. അതല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് അമ്പലത്തിൽ വന്ന് വെറുതെ കണ്ണടച്ചിരിക്കുമ്പോഴാണോ? വരൂ, നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, വരൂ ഇങ്ങോട്ട്. മനസ്സിലേക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് കൃഷ്ണ സാന്നിധ്യം അനുഭവപ്പെടുന്നത് ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ. ഒരാപത്തും വരില്ല, ഗുരുവായൂരപ്പൻ വരുത്തില്ല. ഇപ്പം എന്തുകൊണ്ടാണ് എന്നിട്ട് ദേവീക്ഷേത്രത്തിൽ പോയിട്ടൊരു പൊള്ളലേറ്റത് എങ്കിൽ ആ പൊള്ളലല്ലേ ഏറ്റുള്ളൂ, ചെറുതായിട്ടൊന്ന് പൊള്ളലല്ലേ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ അന്ന് ഈ വിളക്കിൽ നിന്ന് ആളിക്കത്താനുള്ള അനുഭവമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധിയായിരിക്കും നിങ്ങൾക്ക് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാവുക. ആദിപരാശക്തിയുടെ ആ ഒരു നോട്ടം കൊണ്ടായിരിക്കും അതൊരു എണ്ണ വീണ് പൊള്ളലിൽ അവസാനിച്ചത് എന്ന് വിചാരിക്കൂ കേട്ടോ.
ഒരിക്കലും അതിനെയൊന്നും നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്നേ പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്കത് പ്രാക്ടിക്കൽ ആവില്ല, പക്ഷെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഒരാപത്തും വരില്ല, ഇങ്ങനെ തന്നെ വിശ്വസിക്കൂ കേട്ടോ. അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് അലീന ആദിത്യൻ എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും. ഏത് സമയത്ത് വന്നാലും ഷീട്ടാക്കാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും ആടിയ എണ്ണയുടെ പ്രസാദവും കിട്ടും. അഹസ് വഴിപാട് ഷീട്ടാക്കുമ്പോൾ അതിൽ ആടിയ എണ്ണ ഒരു പ്രസാദമായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും വാഗച്ചാർത്ത് കഴിഞ്ഞാൽ എണ്ണാഭിഷേകമാണ്. അതായത് നിർമ്മാല്യം കഴിഞ്ഞ് ആദ്യം എണ്ണാഭിഷേകം ഉണ്ട്. ആ അഭിഷേകം ചെയ്ത എണ്ണയെയാണ് അഭിഷേകം ഓയിൽ എന്ന പേരിലാണ് വെബ്സൈറ്റിൽ കാണാൻ പറ്റുക. നേരിട്ട് വന്ന് ഷീട്ടാക്കുമ്പോൾ ആടിയ എണ്ണ എന്ന് പറഞ്ഞ് ഷീട്ടാക്കാവുന്നതാണ്. കൃത്യമായ എമൗണ്ട് എനിക്കറിയില്ല. 1/4 ലിറ്ററിന് 250 ml 160 രൂപയാണ് ആയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അടുത്തതായിട്ട് സരിതക്കുട്ടി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ പ്ലീസ്. മോളെ നാരായണീയവും ഭാഗവതവും ഒക്കെ ഷീട്ടാക്കുന്നുണ്ടല്ലോ. ഭഗവതിക്കെട്ടിൻ്റെ അവിടെ ഇരുന്ന് വായിക്കുന്നതും കാണാറുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഷീട്ടാക്കുന്നത്? ഇതിൻ്റെ ഫലസിദ്ധി ഒന്ന് പറയാമോ? നാരായണീയത്തിനൊക്കെ രോഗശാന്തി എന്നുള്ളതും സർവ്വ ഐശ്വര്യം എന്നുള്ളതും കടബാധ്യത ഒഴിയുക എന്നുള്ളതൊക്കെ നാരായണീയത്തിൻ്റെ ഫലസിദ്ധിയാണ്. ഇതൊക്കെ തന്നെ ഭാഗവതത്തിനും ഫലസിദ്ധി ഉണ്ടാവുമല്ലോ. ഇതൊന്നും നമ്മളാൽ വായിക്കാൻ അറിയില്ലാത്തവരാണ് ഭാഗവതവും നാരായണീയവും ഒക്കെ ഷീട്ടാക്കിക്കുക. നമ്മളാൽ വായിക്കാൻ അറിയാത്തവർ മാത്രമല്ല കേട്ടോ, ഭഗവാന്റെ നടയിലിരുന്ന് വായിക്കുമ്പോൾ അതിനൊത്തിരി അധികം എന്താ പറയുക മാധുര്യം കൂടുന്നു പറയില്ലേ. അപ്പം അത് നമ്മളാൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് അതായത് രോഗശാന്തിക്കാണ് ഏറ്റവും കൂടുതൽ നാരായണീയം ഷീട്ടാക്കാറുള്ളത് ആൾക്കാർ. എന്തിനു വേണ്ടിയും ഷീട്ടാക്കാം കേട്ടോ. രോഗശാന്തിക്ക് എന്ന് മാത്രമല്ല എന്തിനു വേണ്ടിയും ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് അശ്വതി സജീവ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, എനിക്ക് ഭഗവാന് പാൽപ്പായസം എല്ലാ മാസവും ഷീട്ടാക്കണമെന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. എല്ലാ മാസവും ഷീട്ടാക്കാമല്ലോ. ഒന്നിച്ച് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ വെച്ചിട്ട് ഒരു മാസം ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് എന്ന് പറഞ്ഞ് ഷീട്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ എല്ലാ ഉത്രട്ടാതിക്കും എനിക്ക് പുഷ്പാഞ്ജലി ഷീട്ടാക്കണം, അല്ലെങ്കിൽ എല്ലാ രേവതിക്കും എനിക്ക് പുഷ്പാഞ്ജലി ഷീട്ടാക്കണം, അങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ. പല ആളുകൾക്കും അറിയില്ല അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് അല്ലെങ്കിൽ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ 30 വ്യാഴാഴ്ചയ്ക്കും എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാ നാളിനും എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാ ഇന്ന ദിവസത്തിനും എന്ന് പറയാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സീനിയർ സിറ്റിസൺ ക്യൂവിൽ കയറി തൊഴാൻ പ്രൂഫായിട്ട് എന്താണ് നൽകേണ്ടത് സവിത എന്നാണ് രുക്മിണി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. എല്ലാവരുടെ അടുത്തും അങ്ങനെ പ്രൂഫ് ചോദിക്കാറില്ല. പക്ഷേ ചില സുന്ദരിയായിട്ടുള്ള അമ്മമാരുണ്ടല്ലോ, 60 വയസ്സൊന്നും കണ്ടാൽ തോന്നാത്ത അമ്മമാർ, അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ശരിക്കും 60 വയസ്സായോ എന്നറിയാൻ വേണ്ടിയിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ ഏജ് പ്രൂഫ്, ഏജുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ആണല്ലേ, നമുക്ക് അത്രയൊന്നും പ്രായം തോന്നില്ല എന്ന് പറയണതല്ലേ, നല്ല കാര്യമല്ലേ അല്ലേ. അടുത്തതായിട്ട് പ്രിയങ്ക രാജേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഓടക്കുഴൽ കൊണ്ട് തുലാഭാരം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ. ഓടക്കുഴൽ കൊണ്ട് തുലാഭാരം ചെയ്യാം, പക്ഷെ ഓടക്കുഴൽ അവിടെ ലഭ്യമായ ദ്രവ്യങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ മേടിച്ചു കൊണ്ടുപോകണം. ചെയ്യാൻ പറ്റില്ല എന്നില്ല, പക്ഷെ നമ്മൾ മേടിച്ചു കൊണ്ടുപോകണം. ഞാനൊന്ന് നോക്കാം കേട്ടോ ഓടക്കുഴൽ എന്നുള്ളതുണ്ടോ അവിടെയെന്ന്. ഉണ്ട്, ഓടക്കുഴൽ കൊണ്ട് തുലാഭാരമുണ്ട്. 1 കിലോയ്ക്ക് 20 രൂപയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ ഉണ്ടോ അത്രയും × 20, അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അവിടെ ലഭ്യമായ ദ്രവ്യം തന്നെയാണ് ഓടക്കുഴൽ. എന്തുകൊണ്ടൊക്കെ അല്ലേ ഗുരുവായൂരപ്പന് ഉള്ളത് ഈ തുലാഭാരം. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു കഥയും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി ചേർത്ത് പറയണം എന്നുള്ളത്. ശരിയാണ്, ഞാൻ പ്രിപ്പയർഡ് അല്ല ഇന്ന്. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരാം കേട്ടോ. അടുത്ത ദിവസം കുഞ്ഞു കഥയും കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പനെ നല്ലോണം നാമം ജപിച്ച് പ്രീതിപ്പെടുത്താൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.